നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബി.ജെ.പിയുടെ തിരഞ്ഞെടുപ്പ് അവലോകന യോഗ സംഘത്തിൽ നിന്ന് മുതിർന്ന നേതാവ് ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയിരിക്കുകയാണ്. പാലക്കാട് എൻ.ഡി.എ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ. അത്തരത്തിൽ സ്ഥാനാർത്ഥിയായി മത്സരിച്ച ഒരു വ്യക്തിയെ, ജയിക്കുമെന്ന് ഏതാണ്ട് ഉറപ്പിക്കുന്ന ഒരു വ്യക്തിയെ അവലോകന യോഗ സംഘത്തിൽ നിന്നും ഒഴിവാക്കി എന്നത് വളരെ നിർണായകമായ വിവരമായി മാറിയിരിക്കുകയാണ്. ബി.ജെ.പി സംസ്ഥാന വൈസ് പ്രസിഡന്റ് കെ സോമന്റെ പരാതിയെ തുടർന്നാണ് ശോഭാ സുരേന്ദ്രനെതിരെ പാർട്ടി നടപടി. വോട്ടിന് പണം നൽകിയെന്ന ആരോപണത്തിൽ ഉൾപ്പെടെ പാർട്ടി നേതൃത്വം ശോഭാ സുരേന്ദ്രനെ അതൃപ്തി അറിയിച്ചിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഒഴികെയുള്ള 3 ജനറൽ സെക്രട്ടറിമാരും തിരഞ്ഞെടുപ്പ് അവലോകന യോഗ സംഘത്തിലുണ്ട്. എം.ടി. രമേശ്, എസ്. സുരേഷ്, അനൂപ് ആന്റണി തുടങ്ങിയ ജനറൽ സെക്രട്ടറിമാരും മുതിർന്ന നേതാക്കളും 14 ജില്ലകളിലെ അവലോകന യോഗങ്ങളിൽ പങ്കെടുക്കും. ഏപ്രിൽ 23 മുമ്പ് നിയമസഭാ മണ്ഡല അവലോകന യോഗങ്ങൾ പൂർത്തിയാക്കണമെന്നാണ് നിലവിലെ നിർദ്ദേശം. എന്തായാലും ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയിരിക്കുന്നെന്ന വിവരമാണ് പുറത്തുവരുന്നത്. അവരുടെ ഒരു പ്രതികരണം വരേണ്ടതായിട്ടുണ്ട്. ബി.ജെ.പിയുടെ ജയസാധ്യതയുള്ള 1ാം ക്ലാസ് മണ്ഡലമായി കാണുന്ന പാലക്കാട് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇത്തരം ഒരു ആരോപണം വന്നതിൽ പാർട്ടി നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. നമുക്കറിയാം, നിശബ്ദ പ്രചാരണ ദിവസമാണ് വളരെ വലിയൊരു ആരോപണം പൊട്ടിപ്പുറപ്പെട്ടത്. അതായത് ശോഭാ സുരേന്ദ്രൻ വോട്ടർമാർക്ക് പണം നൽകി വോട്ട് വാങ്ങുന്നു എന്ന തരത്തിൽ വീഡിയോ സഹിതം ചില തെളിവുകളടക്കം ഇത് പുറത്തു വരുന്നു. അത് വലിയ രീതിയിലുള്ളൊരു തിരിച്ചടി ബി.ജെ.പിക്ക് ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് വേണം വിലയിരുത്തൽ. ആലപ്പുഴയിലെ മഹിളാ നേതാവ് ബിന്ദു ഉദയകുമാറിനെ പിന്നാലെ ഫോണിൽ വിളിച്ച് ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. ആലപ്പുഴയിലെ മഹിളാ നേതാവ് ബിന്ദു ഉദയകുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാത്രമല്ല, ശോഭാ സുരേന്ദ്രൻ കേട്ടാൽ അറയ്ക്കുന്ന രീതിയിലാണ് ബിന്ദു ഉദയകുമാറിനോട് സംസാരിച്ചത്. ഇതെല്ലാം നേതൃത്വത്തിന് വലിയ രീതിയിൽ അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. പരാതിയിൽ കെ സോമ ഇതൊക്കെ പരാമർശിച്ചിട്ടുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു നിർണായക ഘട്ടത്തിൽ ശോഭാ സുരേന്ദ്രനെ ഒഴിവാക്കിയിരിക്കുന്നത് ഏറ്റവും പ്രധാനം. അതേസമയം ഈ നോട്ട് കൊടുത്ത് വോട്ട് വാങ്ങുന്ന ആരോപണത്തിൽ പ്രതികരിച്ച് സാമൂഹിക നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം മലയാളി വാർത്തയോട് സംസാരിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ ചില പ്രതികരണത്തിലെ ഈ നോട്ട് കൊടുത്ത് വോട്ട് വാങ്ങിക്കുന്ന പ്രസ്ഥാനം തമിഴ്നാട്ടിലൊക്കെ വളരെ വ്യാപകമായിട്ടുണ്ട്. പണം കൊടുത്തു, അതുപോലെ TV, അതുപോലെ തന്നെ ഡെസ്ക്ടോപ്പ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത്, ലാപ്ടോപ്പ്, ഇതൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ആളുകളെ, സ്കൂട്ടർ, ഇങ്ങനെ പലതും സൗജന്യമായി കൊടുത്ത് വോട്ട് പിടിക്കുന്ന വലിയൊരു വ്യവസായം, രാഷ്ട്രീയത്തെ വ്യവസായമായി മാറിയിട്ടുണ്ട്. കേരളത്തിൽ അത് വളരെ കാര്യമായിട്ടൊന്നുമില്ല, എങ്കിലും പരോക്ഷമായിട്ടൊക്കെ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പൊ രാഷ്ട്രീയ തലത്തിലാണെങ്കിൽ വേണ്ടി 230 കോടി രൂപയുടെ പരസ്യം ഈ പത്രങ്ങൾക്കെല്ലാം കൊടുത്തുകൊണ്ട് പത്രങ്ങളെ കയ്യിലെടുക്കാനുള്ള ശ്രമം സംസ്ഥാന ഗവൺമെന്റിന്റെ INPRD വകുപ്പ് തന്നെ നടത്തിയിട്ടുണ്ട്. അതും ഒരു തരത്തിലുള്ള പണം കൊടുത്ത് വോട്ട് വാങ്ങലും പിന്തുണ വാങ്ങലും തന്നെയാണ്. ഇവിടെ നമ്മുടെ കേസിലെ പാലക്കാട്ട് സ്ഥാനാർത്ഥിയായിരുന്ന ശോഭാ സുരേന്ദ്രൻ മുംബൈയിലെ ഒരു ബി.ജെ.പി പ്രവർത്തക മുഖേന പ്രായമായ ഒരു സ്ത്രീക്ക് ഇത്ര രൂപ കൊടുത്തു, 5000 രൂപ എന്നാണ് കണക്ക് പറഞ്ഞു കേട്ടത്. ആ സ്ത്രീയുടെ കയ്യിൽ നോട്ടിരിക്കുന്നതിന്റെ ചിത്രമുണ്ട്. ചുരിദാറിട്ട ഒരു സ്ത്രീ അങ്ങോട്ട് പോകുന്നതിന്റെ ചിത്രമുണ്ട്. ആ ചിത്രത്തിലെ സ്ത്രീ ബി.ജെ.പിയുടെ മുംബൈയിലെ പ്രവർത്തകയാണെന്നുള്ളതിന് തെളിവുണ്ട്. അതുപോലെ ആദ്യം ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത് ഇയാളെ തനിക്ക് അറിയില്ല, ബി.ജെ.പിക്കാരിയാണ്, അതുകൊണ്ട് അറിയും. ഇതൊക്കെയാണ് ഇതിന്റെ പിന്നാലെ ശോഭാ സുരേന്ദ്രനെ വേട്ടയാടുന്ന പത്രങ്ങൾ നടത്തുന്ന വാദങ്ങൾ. പക്ഷെ തുലവും ദുർബലമായിട്ട് വാദങ്ങളായിട്ട് ഇത് മാറുന്നത്. ആ സ്ത്രീ പറഞ്ഞത് ഇത് തനിക്ക് പെൻഷൻ കിട്ടിയ പണമാണ്. അതോടുകൂടി ഈ വാദഗരികളുടെ എല്ലാം മുന ഒടിഞ്ഞു കഴിഞ്ഞു. ഇപ്പോ പറഞ്ഞ സ്ത്രീ തനിക്ക് ശോഭാ സുരേന്ദ്രൻ പണം തന്നു എന്ന് പറഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അത് ഒരു തെരഞ്ഞെടുപ്പ് അഴിമതിയായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വീകരിക്കാതായിരുന്നു. ശോഭാ സുരേന്ദ്രന്റെ മൊഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്തിട്ടുണ്ട്. മറ്റേ സ്ത്രീയുടെയും മൊഴി എടുക്കും. അവർ പറയുന്നത് പെൻഷൻ പൈസയാണെന്ന് കഴിഞ്ഞാൽ പരിപാടി തീർന്നു. അത്രേ ഉള്ളൂ. അപ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും ഇതുപോലെ ധാരാളമായിട്ടുള്ള അഴിമതികൾ നടക്കാറുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പ് ഒബ്സർവർമാരെ വെച്ചിട്ടുള്ളത്. അവരുടെ ശ്രദ്ധയിൽ ഇത് പെട്ട് കഴിഞ്ഞാൽ അവരപ്പം തന്നെ ഇത് പിടിക്കും. അങ്ങനെ ഒരുപാട് രൂപ പണം കാറുകളിലും മറ്റു വരുന്നത് കേരളത്തിലും പിടിക്കാറുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാറുണ്ട്. കോടിക്കണക്കിന് വരും അത്. അങ്ങനെയൊക്കെ നടക്കാറുണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, പിന്നെ പത്രങ്ങൾ തന്നെ ഒരു സെൽഫ് ഗോൾ അടിച്ചു, മാധ്യമങ്ങൾ തന്നെ. പിറ്റേ ദിവസം ബിന്ദു എന്ന് പറയുന്ന ആലപ്പുഴക്കാരി സ്ത്രീയുമായിട്ട് ശോഭാ സുരേന്ദ്രൻ നടത്തുന്ന ഒരു വാദം, അത് വലിയൊരു വാദമായിട്ട് കൊഴിപ്പിക്കാൻ വേണ്ടി മാധ്യമങ്ങൾ നടത്തിയ ശ്രമത്തിന്റെ കൂട്ടത്തിൽ ശോഭാ സുരേന്ദ്രൻ ഇതിൽ പ്രതിയല്ല എന്ന് തെളിഞ്ഞു കഴിഞ്ഞു.
മാധ്യമങ്ങൾ തന്നെ ശോഭാ സുരേന്ദ്രനെ നിരുപാധികമായിട്ട് വെറുതെ വിട്ടു, അക്വിറ്റഡ്. എങ്ങനെ? അതില് ശോഭാ സുരേന്ദ്രൻ അതിതീവ്രമായ ഭാഷയിൽ ഈ സ്ത്രീയോട്, ബിന്ദുവിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ആ പണം കൊടുത്ത നിങ്ങളല്ലേ, കൊടുപ്പിച്ചത് നിങ്ങളല്ലേ, നിങ്ങളെ ഞാൻ കോടതി കയറ്റി. എന്താ പറയുന്നതിന്റെ അർത്ഥം? തെരഞ്ഞെടുപ്പ് സമയത്ത് ഇങ്ങനെ ഒരു വൃത്തികേട് ചെയ്യാൻ പാടില്ലായിരുന്നു. അത് അഴിമതിയാണ്, BJP ചെയ്യാത്തതാണെന്ന് അതിന്റെ അർത്ഥം. ചെയ്യാൻ പാടില്ലെന്നാണ് ശോഭാ സുരേന്ദ്രൻ. അതിന്റെ അർത്ഥം എന്താ? ഈ അഴിമതിയിൽ അവർക്ക് പങ്കില്ല. അവരറിയാതെ ബിന്ദു എന്ന് പറയുന്ന BJP പ്രവർത്തകയായ ആലപ്പുഴക്കാരി ഇത് ചെയ്തു എന്നല്ലേ അതിന്റെ അർത്ഥം? അവരറിയാതെ. അപ്പൊ ഇത് വന്നപ്പോൾ നിങ്ങളെ ഞാൻ കോടതിയിൽ കയറ്റും, ഇതാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ കോടതിയിൽ കയറ്റുന്നതിന് തെറ്റ്? മാധ്യമങ്ങൾ എന്തെങ്ങനെയാണ് ഇതിനെ വ്യാഖ്യാനിച്ചാൽ ഭീഷണിപ്പെടുത്തി, ആലപ്പുഴയിലെ ബിന്ദുവിനെ ഭീഷണിപ്പെടുത്തി. കോടതിയിൽ കയറ്റൽ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തലല്ല. അടിക്കുമെന്നല്ല പറഞ്ഞത്, കൊല്ലുമെന്നല്ല പറഞ്ഞത്, കൊട്ടേഷൻകാരെ വിടുമെന്നാണോ പറഞ്ഞത്? അതുമല്ലല്ലോ. ഇവിടെ നടന്ന് കോടതി കയറേണ്ട കേസ് തന്നെയാണ്. സ്ത്രീ പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ബിന്ദു വൃത്തികേടാണ് കാണിച്ചത്. ചതിയായിരിക്കാം ശോഭാ സുരേന്ദ്രനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ മാധ്യമങ്ങൾ പറഞ്ഞ് തൃപ്റ്റഡ് ആയിട്ട് അവർ പ്രവർത്തിച്ചതാവണം. പക്ഷെ ഇത് ട്രാപ്പിലായത് മാധ്യമങ്ങളാ. അപ്പൊ ആ ബിന്ദുവാണ് ഇത് ചെയ്തത് എന്ന് പറഞ്ഞ് ബിന്ദുവിനെ ശോഭാ സുരേന്ദ്രൻ ഭീഷണിപ്പെടുത്തി എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോ ശോഭാ സുരേന്ദ്രൻ ക്ലീൻ ചിറ്റ് നൽകി കഴിഞ്ഞു. അവിടെ പ്രശ്നം അവസാനിക്കുകയാണ്. അപ്പൊ ശോഭാ സുരേന്ദ്രൻ പാലക്കാട്ട് ജയിക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെല്ലാം കൂടി അത് മണത്തറിഞ്ഞ് നടത്തിയ ഒരു വേട്ടയാണ്. ആ വേട്ടക്കിടയിലെ ഏറ്റവും ദൗർഭാഗ്യകരമായ സംഭവം, ശോഭാ സുരേന്ദ്രനേക്കാൾ ഒരു പക്ഷേ വളരെ പ്രായം കുറഞ്ഞ ഒരു പെൺകുട്ടി ശോഭാ സുരേന്ദ്രനോട് കയറി തർക്കിക്കുന്നു. ഈ മാധ്യമങ്ങളെയും തങ്ങളുടെ ഈ ഗസ്റ്റുകളോട് അല്ലെങ്കിൽ തങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരോട് ഇങ്ങനെ തട്ടിക്കയറണമെന്ന് ഏത് പത്രപ്രവർത്തനത്തിലാണ് പഠിപ്പിക്കുന്നത്? നിങ്ങൾക്ക് അങ്ങനെ തട്ടിക്കയറാനുള്ള യാതൊരു അവകാശവും ഇല്ല. ഉടക്കാൻ ചോദ്യം ചോദിക്കാം. ആ ചോദ്യങ്ങളുടെ ബുദ്ധി സാമർഥ്യം കൊണ്ട് നിങ്ങളുടെ പ്രതിയോഗിയായിട്ടുള്ള രാഷ്ട്രീയക്കാരിയെ നിങ്ങൾക്ക് ട്രാപ്പ് ചെയ്യാം. അതാണ് മാധ്യമപ്രവർത്തനം. ബിഗ് ടിവിയിലെ റിപ്പോർട്ടറാണ് അങ്ങനെ സംസാരിച്ചത്. എത്ര ബിഗ് TV ആയാലും ശരി, ഒരു രാഷ്ട്രീയക്കാരിയേക്കാൾ ചെറുതാണ് മാധ്യമപ്രവർത്തക. ഒരു സംശയമില്ല, അഭിനയം ഉണ്ടാവണം. അങ്ങ് ബിഗ് TV എന്ന് പറഞ്ഞ് അവരങ്ങ് സ്വയം ബിഗ് ആയിട്ട് ചമയരുത്. ആ ബിഗ് TVയുടെ ഒരു ജീവനക്കാരി മാത്രമാണ്. തീർച്ചയായിട്ടും മാധ്യമപ്രവർത്തകരെ പത്രങ്ങള് വളരെ പ്രീണിപ്പിക്കാറുണ്ട്. മതന്യൂനപക്ഷങ്ങളെ രാഷ്ട്രീയ കക്ഷികള് പ്രീണിപ്പിക്കാറുള്ളത് എന്തിനാ? തങ്ങളുടെ നല്ല പ്രതിച്ഛായ വരണമെന്നുള്ള ആഗ്രഹം കൊണ്ട്. എന്ന് വിചാരിച്ച് തങ്ങൾ അങ്ങ് സ്വയം രാഷ്ട്രീയക്കാരേക്കാൾ വലുതായി എന്ന ഒരു അവിവേകം മാധ്യമപ്രവർത്തകർക്ക് വരുന്നത് അപക്വതയുടെ ലക്ഷണമാണ്. അതാണ് നിങ്ങളുടെ ന്യായീകരണങ്ങളൊക്കെ അവരുടെ ഇരിക്കട്ടെന്ന്. ഇവരാരാ? പോലീസിന്റെ DGPയോ പഴയ ശ്രീലേഖ IPS? എന്ത് വിവരദോഷം നിറഞ്ഞ ചോദ്യങ്ങളുടെ. പഴയ തലമുറയിലെ ഏതെങ്കിലും ഒരു പത്രപ്രവർത്തകൻ ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് കേട്ടിട്ടുണ്ടോ ആരെങ്കിലും? ഞാൻ ഈ പഴയ തലമുറയിലെ പല മാധ്യമപ്രവർത്തകരുടെ ഒപ്പം ഇരുന്ന് പത്രസമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ്. ഇന്ത്യയിലെ തന്നെ നമ്പർ 1 LK അദ്വാനി, EMS നമ്പൂതിരിപ്പാട്, ഹർകിഷൻ സിംഗ് സുർജിത്, PT രണദവേ ഒക്കെ മാധ്യമ സമ്മേളനങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള ആരാണ്? ചോദ്യം ചോദിക്കുന്ന ഈ രീതി ശോഭാ സുരേന്ദ്രന്റെ അടുത്തായോണ്ട് ഇങ്ങനെ ചോദിക്കാം എന്നും. അവരൊരു കുറ്റവാളിയൊന്നും അല്ലല്ലോ, ഗോവിന്ദച്ചാമിയൊന്നും അല്ലല്ലോ. മര്യാദകൾ വേണം, മര്യാദകൾ ഉണ്ടാവണം ചോദ്യങ്ങളിൽ. അഹങ്കാരം പാടില്ല. അതൊരു നല്ല മാധ്യമ പ്രവർത്തകയുടെ ലക്ഷണമല്ല. റാപ്പ് ചെയ്യാനുള്ള കഴിവ് അത് തീർച്ചയായിട്ടും ഉണ്ടാവണം. ഇതൊരു ആക്ടിവിസം അല്ല, ഇത് ജേർണലിസമാണ്. അതിന്റെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ബാധ്യതയുണ്ട്. ഈ മൈക്ക് അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ ഇത് AK-47 ആണെന്ന് വിചാരിച്ച് കളയരുത്. ഇത്ര മാത്രമേ ഉള്ളൂ. ഇത് പറഞ്ഞതുകൊണ്ട് ഇതൊന്നും ശരിയാവുമെന്ന് വിചാരമില്ല. എന്റെ പഴയകാല വിചാരങ്ങളൊന്ന് പങ്കുപിടിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അത് തെളിയിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ് എന്നതടക്കമുള്ള ഒരു ആക്രോശമായിരുന്നു ശോഭാ സുരേന്ദ്രന് നേരെ ഉയർന്നത് മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്ന്. ആരാണ് പ്രകോപിപ്പിക്കപ്പെടാതിരിക്കുന്നത്? അവര് പണം കൊടുത്തു. അവരറിഞ്ഞിട്ടില്ലാത്ത ഒരു കാര്യം അങ്ങനെ ചെയ്തു എന്ന് പച്ചയായിട്ട് തെളിവുകളുടെ പിൻബലമില്ലാതെ
അവിടുന്ന് ഇവിടുന്നും കഷണിച്ചു വെച്ച സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഏതാനും ഫോട്ടോകളുടെ ബലത്തിൽ ഉറച്ചങ്ങ് വാദിക്കുക സ്വാഭാവിക. എന്നിട്ട് വേറൊരു ദിവസം ഞാൻ പിറ്റേ ദിവസം കേട്ട ഒരു വിവരണത്തിൽ പറയുന്നത് ശോഭാ സുരേന്ദ്രനെ നോക്കൂ, അവരുടെ സകലവിധം ആത്മവിശ്വാസങ്ങളും എല്ലാം നഷ്ടപ്പെട്ട് ഇപ്പൊ വളരെ തളർന്ന് നിൽക്കുകയാണെന്നുള്ള ലക്ഷണ വിവരണം. ഇതാണോ മാധ്യമ പ്രവർത്തനം? അവർക്ക് ഇത് രാത്രി മുഴുവനെ പ്രവർത്തിച്ചും ഉറക്കമളച്ചും ഒക്കെ ഉണ്ടായിട്ടുള്ള ഒരു ക്ഷീണം അതെല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടായിരുന്നു. കെ മുരളീധരനും ഉണ്ടായിരുന്നു. എന്നിട്ടൊരു ലാക്ഷണിക വിവരണമൊന്നും ഉണ്ടായില്ലല്ലോ കെ മുരളീധരനെ കുറിച്ച്. അപ്പൊ അതെന്താ? അവിടെ പക്ഷം പിടിക്കുന്നുണ്ട്. ഇത് ബി ജെ പിക്കാരിയാണ്, ഈ ബി ജെ പിക്കാരി ജയിക്കാൻ പാടില്ല എന്ന് മാധ്യമങ്ങൾ ചേർന്നങ്ങ് തീരുമാനിക്കുക. എന്താ ബി ജെ പിക്ക് വന്നാൽ കുഴപ്പം? എന്താ നിങ്ങൾക്ക് ബി ജെ പിക്ക് എന്താ കൊമ്പുണ്ടോ? ഹിംസ്രമൃഗമുണ്ടോ? ജമാഅത്തെ ഇസ്ലാമിക്ക് വരാമെങ്കിൽ, വെൽഫെയർ പാർട്ടിക്ക് രംഗത്ത് വരാമെങ്കിൽ, SDPIക്ക് വരാമെങ്കിൽ ബി ജെ പിക്കും വരാൻ അവകാശമുണ്ടെന്നേ. അത് ജനങ്ങളല്ലേ തീരുമാനിക്കേണ്ടത്? മാധ്യമങ്ങളാണോ തീരുമാനിക്കേണ്ടത്? നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള തെളിവില്ലാതെ ഒക്കെ കൊണ്ടുവന്നു. ഞാൻ പറയാം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിന്റെ എല്ലാ നിയമങ്ങളും വെച്ച് നോക്കിയാലും ശോഭാ സുരേന്ദ്രനെ ശിക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ അത് സ്വപ്നം കാണണ്ട, അതിനെ കുളിര് കൊള്ളണ്ട എന്നുള്ളതാണ് എനിക്ക് വ്യക്തമായിട്ട് ബോധ്യമുണ്ട്. കാരണം നിങ്ങൾ ക്ലിയർ എവിഡൻസോട് കൂടിയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവർ ശിക്ഷിക്കപ്പെടും. ഇത് ക്ലിയർ എവിഡൻസ് ഒന്നുമില്ല. ആരോ വീഡിയോ ഷൂട്ട് ചെയ്ത് മനഃപൂർവ്വം അവരെ ട്രാപ്പ് ചെയ്യാൻ ശ്രമിച്ചു. അത് വമ്പെ പരാജയപ്പെട്ടു. അമേരിക്ക ഇറാന് നേരെ നടത്തിയ യുദ്ധം പോലായിപ്പോയി. എന്ത് തെളിവാണ് ബാക്കിയുള്ളത്? ഞാനൊന്നും കണ്ടില്ല ഇതുവരെ. വെള്ള ചുരിദാറിട്ട ആള് കാറിലില്ല, അതിന്റെ നിഴലായിരുന്നു എന്ന് പറഞ്ഞത് അതൊരു കള്ളമായിരുന്നില്ലേ? എന്റെ നിഴലാണ് നിങ്ങൾ കണ്ടത്, അങ്ങനെ ഒരാൾ കാറിലുണ്ടായിരുന്നില്ല എന്നതടക്കമുള്ള വാദങ്ങളൊക്കെ അത് തകരുന്ന സാഹചര്യം ഉണ്ടായി. അതെ, വെള്ള ചുരിദാറിട്ടാലും ചുവപ്പ് ചുരിദാറിട്ടാലും മഞ്ഞ ചുരിദാറിട്ടാലും ഒരു കുറ്റമല്ലല്ലോ. അങ്ങനെ ഒരാൾ കാറിൽ നിന്നാൽ കുറ്റമാണോ? അവര് കൊണ്ടുപോയി പൈസ കൊടുക്കണോ? ശോഭാ സുരേന്ദ്രന് വേണ്ടിയാണെങ്കിൽ മാത്രമല്ലേ അത് കുറ്റമാണോ? പക്ഷെ അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു എന്നാണ് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. അങ്ങനെ എന്റെ കാറിൽ ആരും എന്റെ കാറിൽ അങ്ങനെ ഒരാൾ ഇല്ലായിരുന്നു എന്ന രീതിയിലായിരുന്നു ശോഭയുടെ പ്രതികരണം. അത് പറയാം, ശോഭാ സുരേന്ദ്രൻ കള്ളം പറഞ്ഞു എന്ന് പറയാം. പക്ഷെ തെരഞ്ഞെടുപ്പ് ജോലി നടത്തിയെന്ന് പറയാൻ പറ്റുമോ? ഇതാണ് ചോദ്യം. അവരങ്ങനെ പറഞ്ഞു, ശരി, അങ്ങനെ ഒരാൾ ചിലപ്പോൾ അവരുടെ ഓർമ്മപ്പശവ് ഉണ്ടാകാം, മനഃപൂർവ്വമാകാം. ഇങ്ങനെ എന്ത് വേണമെങ്കിൽ നമ്മളിപ്പോ ഇപ്പോൾ തെരഞ്ഞെടുപ്പിനിടയിൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരെ കാണുന്നില്ലേ, അങ്ങനെ ഒരാളുണ്ടോ ഇല്ലെന്ന് എനിക്കും ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാറുണ്ട്. ഞാൻ ആരോടാണ് അപ്പം സംസാരിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പിന്നെ ഓർക്കുകയില്ല. നമ്മളൊരു CCTV ക്യാമറ അല്ലല്ലോ. നമ്മുടെ ഓർമ്മകളിൽ നമ്മൾ പ്രയോറിറ്റി കൊടുക്കുന്നതിനെ മാത്രമേ നമ്മൾ സൂക്ഷിച്ചു വയ്ക്കൂ, മറ്റേ സൂക്ഷിച്ചു വയ്ക്കുകയില്ല. ഇതൊന്നും നിയമപരമായിട്ട് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല. നിയമപരമായിട്ട് നമുക്ക് വാദിച്ചു വയ്ക്കാൻ പറ്റുന്ന നിലനിൽക്കുന്ന, അതായത് ലോക്കൽ സ്റ്റാൻഡി ഉള്ള കാര്യങ്ങളല്ല. ഇത് മാധ്യമ പ്രവർത്തകരുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലല്ല നീതിപീഠം കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇതെത്രയോ കേസുകളിൽ നമ്മൾ കണ്ടതാണ്. നമുക്കങ്ങനെ തോന്നുക ഇതുണ്ടായിരുന്നു, വെള്ളച്ചൂരി, ഇതൊക്കെ വളരെ ഉപരിപ്ലവമായിട്ടുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇപ്പോൾ നമ്മുടെ ചാനലുകൾ, ഈ ബിഗ് TV പോലുള്ള ടിവികൾ വന്ന ആയിരക്കണക്കിന് ടിവികളും അതിന്റെ മൈക്കുകളും ആയപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു അപഭ്രംശമാണിത്. ഗൗരവമുള്ള വിഷയങ്ങൾ വിട്ട് നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളെയൊക്കെ പർവ്വതവൽക്കരിച്ചുകൊണ്ട് ആ വാർത്തയുടെ അനുവാദം തന്നെ തെറ്റിക്കുക, അതുപോലെ തന്നെ ഒരു ന്യൂസ് ഫെറ്റീഗ് സൃഷ്ടിക്കുക. അതാണിപ്പോ നടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ സാർ, ഓക്കെ. വളരെയധികം നന്ദി ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.